കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനാണ് 2026 ഏപ്രിൽ 9-ന് കളമൊരുങ്ങുന്നത്. എന്നാൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അണിയറയിൽ നടക്കുന്നത് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ഗൂഢമായ നീക്കങ്ങളാണ്. പരസ്പരം പോരടിക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോഴും BJPയും CPMഉം ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിനെ തകർക്കാൻ നടത്തുന്ന ഡീൽ രാഷ്ട്രീയത്തിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അവിശുദ്ധ സഖ്യം കേവലം ഒരു ആരോപണമല്ല, മറിച്ച് കോൺഗ്രസിനെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ തിരക്കഥയാണ്. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ട് മറിക്കാനുള്ള നീക്കങ്ങൾ വരെ ഈ ഡീലിന്റെ വ്യക്തമായ തെളിവുകളാണ്. അവിടെ BJPയുടെ ശക്തമായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. പാലക്കാട് BJPക്ക് വഴിമാറിക്കൊടുക്കുമ്പോൾ പ്രത്യുപകാരമായി മറ്റ് പല മണ്ഡലങ്ങളിലും BJP വോട്ടുകൾ CPMന് ലഭിക്കും എന്നതാണ് ഈ ഒത്തുതീർപ്പിന്റെ കാതൽ. ഇതിനെ CJP സഖ്യം എന്ന് വിളിച്ചാൽ പോലും തെറ്റില്ലാത്ത വിധം അത്രമേൽ ആഴത്തിലുള്ളതാണ് ഇവരുടെ ബന്ധം. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന CPMന് കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നത് നിലനിൽപ്പിന്റെ ആവശ്യമാണ്. മറുവശത്ത് കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണുന്ന BJPക്ക് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ CPMന്റെ സഹായം വേണം. ഈ പരസ്പര താൽപര്യങ്ങളാണ് ഡീൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും അടക്കം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന നിർണായക കേസുകളിൽ ഭരണപക്ഷ നേതാക്കൾക്ക് ലഭിക്കുന്ന സംരക്ഷണം ഈ ഒത്തുതീർപ്പിന്റെ ഫലമാണെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. അന്വേഷണങ്ങൾ പാതി വഴിയിൽ നിലയ്ക്കുന്നതും പ്രതികൾ രക്ഷപ്പെടുന്നതും ഈ അവിശുദ്ധ ബന്ധത്തിന്റെ ഉപകാര സ്മരണകളാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ BJPയും CPMഉം ഒരേ നാവുമായാണ് കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ CPM ചാനലുകൾ വഴി പുകമറ സൃഷ്ടിക്കുന്നതും ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ കോൺഗ്രസിനെ കുറിച്ച് തെറ്റായ ധാരണകൾ പടർത്തുന്നതും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ CPM വോട്ടുകൾ എത്രത്തോളം ചോർന്നുവെന്നത് കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകും. മതേതരത്വം എന്ന വാക്ക് ആയുധമാക്കി ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുകയും എന്നാൽ അധികാരത്തിനായി വർഗീയ പാർട്ടിയുമായി കൈകോർക്കുകയും ചെയ്യുന്ന CPMന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വെളിവാകുന്നത്. മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ ജനങ്ങൾ ഒത്തൊരുമിക്കുമ്പോൾ അതിനെ ഡീൽ എന്ന് വിളിക്കുന്നവർ തങ്ങൾ സ്വന്തം അണികളെ പോലും വഞ്ചിച്ചുകൊണ്ട് BJPയുമായി നടത്തുന്ന വോട്ട് കച്ചവടത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നു. ഒരു വശത്ത് BJP നേതാക്കളുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ പരാതി നൽകുന്ന CPM, മറുവശത്ത് അവർക്ക് നിയമസഭയിലേക്ക് വരാൻ പരവതാനി വിരിച്ചു കൊടുക്കുകയാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJP ദുർബലരായ സ്ഥാനാർത്ഥികളെ ചിലയിടങ്ങളിൽ നിർത്തുന്നു. അവിടെ CPMന് ജയിക്കാൻ വഴിയൊരുക്കുന്നു. ഇതിന് പകരമായി BJPക്ക് വിജയ സാധ്യതയുള്ള ഇടങ്ങളിൽ CPM വോട്ട് മറിക്കുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ രഹസ്യധാരണയുണ്ട്. കേരളത്തിൽ ഒരു മൂന്നാം ശക്തിയായി BJP വളരുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നു. എന്നാൽ ഇത് ആത്യന്തികമായി കേരളത്തിന്റെ മതേതര മനസ്സിനെയാണ് മുറിപ്പെടുത്തുന്നത്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്ന കോൺഗ്രസിനെ കേരളത്തിൽ ദുർബലപ്പെടുത്തുന്നത് വഴി BJPയുടെ ദേശീയ അജണ്ട നടപ്പിലാക്കാൻ CPM സഹായിക്കുകയാണ് ചെയ്യുന്നത്. വികസനത്തെയോ ജനകീയ പ്രശ്നങ്ങളെയോ കുറിച്ച് സംസാരിക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഓരോ റാലികളിലും ഓരോ പ്രസംഗങ്ങളിലും കോൺഗ്രസിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ BJPയും CPMഉം തങ്ങളുടെ അവിശുദ്ധ സഖ്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. ഈ ഗൂഢനീക്കങ്ങൾ തിരിച്ചറിയാൻ കേരളത്തിലെ വോട്ടർമാർക്ക് സാധിക്കും. പുകമറകൾ സൃഷ്ടിച്ചും കള്ളപ്രചാരണങ്ങൾ നടത്തിയും കോൺഗ്രസിനെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും. BJPയെ വളർത്താൻ CPM നടത്തുന്ന ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരളത്തിന്റെ ഭാവിക്ക് തന്നെ ആപത്താണ്. അധികാരം നിലനിർത്താൻ ഏത് ചെകുത്താനെയും കൈകോർക്കുന്ന CPMന്റെയും അവർക്ക് കുടപിടിക്കുന്ന BJPയുടെയും മുഖംമൂടികൾ ഈ തിരഞ്ഞെടുപ്പോടെ അഴിഞ്ഞു വീഴേണ്ടതുണ്ട്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ പോരാട്ടം ഈ ചതിക്കുഴികളെ അതിജീവിച്ച് മുന്നേറണം.